2026 ഏപ്രിൽ 8 കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്ട്രി ആൻഡ് ഹോർട്ടിക്കൾച്ചർ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? ഗോരഖ്പൂരിലാണ് വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്ട്രി ആൻഡ് ഹോർട്ടിക്കൾച്ചർ സർവകലാശാല നിലവിൽ വരുന്നത്. ഇവിടെയാണ് ഗോരഖ്പൂർ. അടുത്ത ക്വസ്റ്റ്യൻ, 2026 ഏപ്രിലിൽ AI അധിഷ്ഠിത ബഹുഭാഷാ സംഭാഷണ പ്ലാറ്റ്ഫോം ആയ ബോബ് സംവാദ്, എന്താണ് പേര്? ബോബ് സംവാദ് ആരംഭിച്ച ബാങ്ക് ഓഫ് ബറോഡ. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവാ, പിന്നെ നമുക്ക് കറണ്ട് അഫെയർ നോക്കേണ്ട ആവശ്യം വരരുത്. അങ്ങനെ വേണം കൂടെ തന്നെ പഠിച്ചു പോവാനായിട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, 2026 ഏപ്രിലിൽ AI അധിഷ്ഠിത ബഹുഭാഷാ സംഭാഷണ പ്ലാറ്റ്ഫോമായ ബോബ് സംവാദ് ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. അടുത്ത ക്വസ്റ്റ്യൻ, ഗുച്ചിക്കൂൺ, എന്താണ്? ഗുച്ചിക്കൂൺ കൃഷി സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സർവകലാശാല ഏതാണ്? കാശ്മീർ SKUAST സർവകലാശാല. SKUAST സർവകലാശാല, കാശ്മീർ. അപ്പം ഗുച്ചിക്കൂൺ കൃഷി സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സർവകലാശാലയാണ് കാശ്മീരിലുള്ള SKUAST സർവകലാശാല. നമ്മൾ ലെറ്റർ വെച്ച് വായിച്ചാൽ SKUAST എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയപാതകളുടെ വശങ്ങളിൽ ഔഷധ വൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ആരോഗ്യവാൻ ആണ് ദേശീയപാതകളുടെ വശങ്ങളിൽ ഔഷധ വൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിവെന്റ് TB ട്രയൽ നടത്തിയ പുതിയ TB വാക്സിൻ ഏതാണ്? VPM 1002 അല്ലെങ്കിൽ ഇമ്മ്യൂവാക് ആണ്. IMMUVAC. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രിവെന്റ് TB ട്രയൽ നടത്തിയ പുതിയ TB വാക്സിൻ ഏതാണ്? ഇമ്മ്യൂവാക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുഷോക് ബകുല റിംപോച്ചി വിമാനത്താവളം നിലവിൽ വരുന്നത്. നല്ല പേരാണല്ലേ, എന്താണ് പേര്? കുഷോക് ബകുല റിംപോച്ചി വിമാനത്താവളം നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. അപ്പോൾ ലഡാക്കിലാണ് കുഷോക് ബകുല റിംപോച്ചി വിമാനത്താവളം നിലവിൽ വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്, ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ഇനി ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് എവിടെയാണ്? പത്തനംതിട്ടയാണ്. അപ്പം ഏറ്റവും കുറവ് പോളിംഗ് പത്തനംതിട്ട. ഇനി നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? രത്തൻ യു ഖേൽക്കർ ആണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചതിൽ നിന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗുച്ചിക്കൂൺ കൃഷി സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സർവകലാശാല. ഉത്തരം ഉറപ്പായിട്ടും അറിയായിരിക്കും അല്ലേ? അപ്പോൾ അത് കമൻറ്റ് ചെയ്യുക. നാളെ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. നന്ദി.